നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. 26/3/2026 വ്യാഴാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില സ്റ്റഡിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതേസമയം സ്വർണ്ണവില വീണ്ടും 20 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപ, ഒരു പവൻ്റെ മുകളിൽ 160 രൂപയാണ് ഇന്ന് വൈകിട്ട് കൂടിയത്. 22 ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം 13,465, ഒരു പവൻ 1,07,720 അതുപോലെ 24 ക്യാരറ്റ് 14,689, ഒരു പവൻ 1,17,512. അതുപോലെ 18 ക്യാരറ്റ് ഗ്രാം 10,017, ഒരു പവൻ 88,136. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവിടെ GST, പണിക്കൂലി, ഹാൾമാർക്ക് എന്നിവ ചാർജ് കൊടുക്കേണ്ടതായി വരും. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 218.50, RSS 5 കിലോ 214, ISNA 20 186, ലാറ്റക്സ് സർവീസ്മാൻ DHL 151 രൂപ 11 പൈസ. ഇതാണ് വൈകിട്ടത്തെ മാർക്കറ്റ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 218.50, RSS 5 കിലോ 214. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 209, RSS 5 കിലോ 206. വിദേശ വില നോക്കുമ്പോൾ RSS 4 കിലോ 245 രൂപ 44 പൈസ, RSS 5 കിലോ 245 രൂപ 1 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഡീസൽ, പെട്രോൾ എന്നിവയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച് നയാര എനർജി. ഇരട്ടടിയായി മിക്ക ജനങ്ങൾക്കും. പെട്രോൾ ലിറ്ററിന് 5 രൂപ 30 രൂപയും ഡീസലിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതുമാണ് നീക്കത്തിന് കാരണമെന്നാണ് നയര നൽകുന്ന വിശദീകരണം. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ റീറ്റെയിൽ ഇന്ധന കമ്പനിയാണ് നയാര എനർജി. കേരളത്തിലടക്കം നിരവധി ഇടങ്ങളിൽ നയാരയ്ക്ക് പമ്പുകളുണ്ട്. അമേരിക്കയും ഇറാനും പരസ്പരം ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതും ആഗോള ഇന്ധന വിതരണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് ഏതാണ്ട് അടഞ്ഞു കിടക്കുന്നതും പ്രതിസന്ധിക്ക് രൂക്ഷമായി. ഇന്ധനക്ഷാമം ഉണ്ടായേക്കാവുന്ന ആശങ്കയെ തുടർന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. LPG പ്രതിസന്ധി രൂക്ഷമായതോടെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനുകൾക്കും ഡിപ്പോകൾക്കും മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇടവേള 35 ദിവസത്തേക്ക് ആണ്. ഒരു സിലിണ്ടർ കിട്ടിയതിന് ശേഷം വീണ്ടും ബുക്ക് ചെയ്യണമെങ്കിൽ 35 ദിവസം കഴിഞ്ഞ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ സാധാരണ ജനങ്ങളും മറ്റും ജനങ്ങളെ രൂക്ഷമായി ഇത് ബാധിക്കും. ഇപ്പോൾ വിലക്കയറ്റമൊക്കെ രൂക്ഷമാവും. പെട്രോളും ഡീസലും വെച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വില കൂടിയെന്നും കേട്ടിട്ടുണ്ട്. മുമ്പ് ഒരു കേസ് വെള്ളത്തിന് 85 രൂപയായിരുന്ന ഇപ്പോൾ 100 രൂപയാണ് ഒറ്റയടിക്ക് ആയത്. ഏകദേശം 15 രൂപയാണ് ഒരു കേസിൻ്റെ പുറത്ത് ഇപ്പോൾ കൂടിയിരിക്കുന്നത് കുടിവെള്ളത്തിൽ. അതായത് കുടിവെള്ളം നിറയ്ക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടുകൾ ആണ് ഇത്രയും വില കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ കേസിന് ഇപ്പോൾ 15 രൂപ കൂടിയത്. ഇതും സർവത്ര മേഖലയും ബാധിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കെട്ടിൽ നിന്ന് വളരെയധികം നന്ദി.